ഹലോ, കണ്ടോ ഇന്ന് ഗുഡിപ്പുടവയാണ്. അല്ല, മറാഠി ഹിന്ദുക്കളുടെ പുതുവത്സര ആചാരമാണ്. നമ്മൾ വിഷു ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു തീർന്നത്. അവർ തെരുവുകളിൽ അതിഭയങ്കരമായ ഡാൻസും പാട്ടും നൃത്തങ്ങളുമൊക്കെ ചുവടുവെച്ച് അവർ മുന്നേറുകയാണ്. അതിഭയങ്കരമാണ്. താളമേളങ്ങളും പുഴപ്പാറുന്നതും സ്ത്രീകളും കുട്ടികളും എല്ലാം അണിനിരക്കുന്ന അവർ മേളങ്ങളോട് ഘോഷയാത്ര ആരംഭിക്കുകയാണ് തെരുവിൽ കൂടി. അത് തെരുവിൽ കൂടി കുറേ ദൂരം വരെ അവർ പോകും. അതിമനോഹരമാണ്. ഘോഷയാത്രകൾ തന്നെ കണ്ടോ ടാബ്ലോക്ക് വെച്ചിട്ടുണ്ട്. കാരണം സ്ത്രീകളെ അപമാനിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു ബോർഡുകൾ ആണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അതിമനോഹരമാണ്. കാരണം ഡാൻസ് കളിക്കുന്നുണ്ട്. എല്ലാ പെൺകുട്ടികളും ഉണ്ട്. അതിമനോഹരമായി അവർ ചുവടുവെക്കുന്നു. എല്ലാം എല്ലാവരും കാണാനും ഇരിക്കുന്നുണ്ട്. കാരണം ഇത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ലേ വരത്തുള്ളൂ. പുതുവത്സരം അവരാണ് ഗുഡിപ്പുടവ എന്ന് പറയും. കണ്ടോ അതിമനോഹരമാണ്. കണ്ടോ ശിവാജി മഹാരാജിൻ്റെ എല്ലാ പ്രതിമകളും കൊണ്ടാണ് അവർ ഘോഷയാത്ര ഉള്ളത്. അതിമനോഹരമാണ്. എല്ലാവരും നിറഞ്ഞ് ഡാൻസ് ചെയ്യുകയാണ് അവർ. കണ്ടോ സ്ത്രീകളും എല്ലാവരും ഉണ്ട്. അതിമനോഹരമാണ് ഇവിടുത്തെ ആ ഉത്സവത്തിന് നല്ല മധുരപലഹാരങ്ങൾ അവരുണ്ടാക്കും. കുറച്ചൊക്കെ ഞങ്ങൾക്ക് തരും, ഞങ്ങളെ വിളിക്കും. അവിടെ ആഹാരമൊക്കെ തരും അടുത്ത വീട്ടുകാർ. കേട്ടോ ശിവാജി മഹാരാജാവിൻ്റെ പ്രതിമ കൊണ്ടുപോവുകയാണ്. പാൽക്കിയാണ്. പാൽക്കി എന്ന് വെച്ചാൽ അറിയാമല്ലോ. അത് കൊണ്ട് നടക്കുകയാണ്. അതിമനോഹരമാണ്. പക്ഷേ പിരിവുകളില്ല, അത്രമാത്രം. അതിമനോഹരമാണിത് കേട്ടോ. ഇതെല്ലാ വീടുകളിലും നമ്മൾ വെക്കാറുണ്ട്. കാരണം അവർ ഒരു കപ്പിൽ ഒരു ചെറിയ കുടം കമത്തിയിട്ട് അതിൽ സാരി ചുറ്റി മാലയിടും. പിന്നെ മാവലയും കൊണ്ട് എല്ലാ ജനലിലും അവർ വെച്ചേക്കും. ഉള്ള ഗുഡിപ്പുടവയുടെ ഒരു ചിഹ്നം അങ്ങനെയാണല്ലോ. അതിമനോഹരമാണ്. എല്ലാവരും ശിവാജി മഹാരാജിൻ്റെ ടാബ്ലോ ഉണ്ട്. കണ്ടോ ആൾക്കാരൊക്കെ ഉണ്ട്. അതിമനോഹരമായിട്ടാണ് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരിക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിരിക്കുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവരും കാണും. കാണികളെല്ലാം റോഡ് സൈഡുകളിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ്. താളമേളങ്ങൾ ഒരു വശത്ത്, മറ്റൊരു സ്ഥലത്ത് ആട്ടും പാട്ടും കുട്ടികളും എല്ലാവരും ചേർന്നാണ് നടത്തുന്നത്. വന്നാൽ ഇതൊക്കെ ഒന്ന് കാണണം. അതാണ് അതിമനോഹരമാണ്. കണ്ടോ എല്ലാവരും പാർട്ടി കൊണ്ടുപോവുകയാണ്. ഹലോ, കണ്ടോ ഇത് അതിമനോഹരമായിട്ട് കണ്ടോ. ആൾക്കാരെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ്. കാരണം റോഡ് ബ്ലോക്കൊന്നും ഇല്ല. അതാണ് റോഡ് ബ്ലോക്ക് ഇല്ലാതെ തന്നെയാണ് ആൾക്കാർ സൈഡിൽ കൂടെ പോകുന്നത്. മനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരം തന്നെയാണ്. അവരുടെ ഡാൻസ് മേളങ്ങളും എല്ലാം നല്ല തിമിർത്തോട് തന്നെ ആടുകയാണ്. ഇന്ന് ഗുഡിപ്പുടവയാണ്. മറാഠികളുടെ ഒരു നല്ല ദിവസമാണ്. പുതുവത്സരമാണ്. നമ്മുടെ ഹിന്ദുവിനെ പോലെ തന്നെയാണ് ഇവിടെയും അവർ ആഘോഷിക്കുന്നത്. പടക്കം പൊട്ടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ? അത് പടക്കം പൊട്ടിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. എല്ലാവരും മനോഹരമാണ്. അവർ പ്രസാദമൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ സൈഡിൽ പോയി നിൽക്കുകയാണ്. ഇത് കണ്ട ഗുഡിപ്പുടവ കണ്ട ആ ചിഹ്നമാണ്. അത് ആ ഗുഡിപ്പുടവയുടെ കണ്ട സാരി കമ്പിൽ സാരി ചുറ്റിയിട്ട് പച്ചസാരി ഇട്ടിട്ട് അതിൻ്റെ മേലിൽ ഒരു ചെറിയൊരു കുടം കമത്തിയിട്ടുണ്ട്. പിന്നെ മാലയും പിന്നെ മാവലിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ കമ്പിയിൽ ചുറ്റി നാട്ടിയിരിക്കുകയാണ് ഗുഡിപ്പുടവ. മനോഹരം തന്നെ, അല്ലാതെ വേറെന്ത് പറയാനാണ്. അല്ലേ? ഈ ശിവാജി മഹാരാജാവിൻ്റെ ഒരു പ്രതിമയാണ്. അതും എഴുന്നള്ളിച്ചുകൊണ്ട് പോകുകയാണ്. എല്ലാം നല്ല വർണ്ണം പകട്ടാർന്നതാണ്. താളമേളങ്ങൾ മനോഹരമാണ്. പിന്നെ റോഡിൻ്റെ ഒരു റോഡിൽ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു തടസ്സമില്ല. എല്ലാം ആശംസകളൊക്കെ എല്ലാവർക്കും ആശംസകൾ നൽകുന്നത് അവർ മുന്നോട്ട് പോവുകയാണ്. ഇത് ഞങ്ങളുടെ റോഡിൻ്റെ അടുത്തൂടെ പോകുന്ന ഒരു
ഘോഷയാത്രയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഘോഷയാത്ര ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞത് മറാഠി ഹിന്ദുക്കളുടെ ഒരു ആഘോഷമാണിത്. നല്ല ഉണ്ടോ ഇപ്പോഴും എല്ലാവരും റോഡിൻ്റെ എല്ലാ സൈഡുകളിലും ആൾക്കാരും നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അവർക്കിത് നല്ലൊരു കാഴ്ചയാണ്. എല്ലാ കൊല്ലവും ഇതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് അവർ പ്രദക്ഷിണം ചുറ്റുകയാണ്. പ്രദക്ഷിണം ചുറ്റിയിട്ട് അവർ അമ്പലത്തിൽ പോയിട്ട് ആണ്. ഹലോ കേട്ടോ, ഇതുണ്ടോ അതിമനോഹരമാണ്. അവർ ഡാൻസ് ചോറ് വെക്കുന്നുണ്ട്. അതിമനോഹരമാണ് ആ ചോറ് വെക്കും. എല്ലാം ക്രിയേറ്റ് നടത്തിയിട്ടുള്ള കൊണ്ടാണ് അവർ ഇത്രയും ചോറുകൾ വെക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ ആഘോഷം, ഗുഡിക്കുടവ കേട്ടോ. അതാണ് കുടത്തിൽ ചെറിയ കുടം വെച്ചിട്ടുണ്ട്, താഴെ സാരി വെച്ചിട്ടിട്ടുണ്ട്, അതിൻ്റെ മേലിൽ പൂ വെച്ചിട്ടുണ്ട്, പിന്നെ